ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സന്തോഷമാണ് നിങ്ങളീ കാണുന്നത്. ആദ്യമായിട്ടല്ല, പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ട്. ഇന്ന് ഞാൻ എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ എന്റെ ഫ്രണ്ടിന്റെ ഹോസ്റ്റലിൽ ലൊക്കേഷൻ പോലും നോക്കി പോവാറിഞ്ഞൂടാത്ത കറങ്ങി തിരിഞ്ഞ് അങ്ങ് എത്തിയതിന്റെ സന്തോഷ പ്രകടനങ്ങളാണ്. ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടാ ഒന്നുമില്ല. എവിടെ പഠിക്കാൻ പോയാലും രാത്രി ആയാലും കുഴപ്പമില്ല, വീട്ടിൽ തന്നെ എത്താം. അല്ലെങ്കിൽ എന്താ വണ്ടി വിളിച്ച് അമ്മയങ്ങ്. അതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ വിളിച്ച് നേരത്തെ വീട്ടിൽ വരുന്നതാണ് സേഫ്. ഇന്ന് എന്തൊക്കെയോ പറഞ്ഞ് സെറ്റാക്കി പാവം കൊച്ചെനിക്ക് മാങ്ങയൊക്കെ തന്നു. പിന്നെ നമ്മൾ കുറെ നേരം ആരെയൊക്കെ കുറ്റമൊക്കെ പറഞ്ഞിരുന്നു. അതാണല്ലോ പെണ്ണുങ്ങളെ ഒരു സന്തോഷം. പിന്നെ നമ്മൾ എന്തെങ്കിലും തിന്നോണ്ടിരുന്ന് പറയാന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു നോക്കിയപ്പോ 2 സുഖിച്ചേട്ടന്മാരോട് ഒരുമിച്ചെത്തി. രാത്രിയായ പിന്നെ എന്റെ ഫോണിന്റെ അവസ്ഥ പറയണ്ട. അവളെ ഫോണിലെ ഫ്ലാഷ് മണ്ടയ്ക്ക് അടിച്ചാണ് വീഡിയോ എടുക്കുന്നത്. ലൈറ്റ് അടിക്കുന്ന ആൾ ഒട്ടും ശരിയല്ല. ലോഡഡ് ഫ്രൈസും ഷേക്കും ആണ് വാങ്ങിയത്. ഓർഡർ ചെയ്യാൻ നേരത്ത് 2 ഷേക്ക് വാങ്ങിക്കാന്നുള്ള കുറെ പറഞ്ഞു. പക്ഷെ അപ്പ ഞാൻ പറഞ്ഞു നോ. എന്നിട്ട് സാധനം വന്നപ്പോ മൊത്തം കുടിച്ചത് ഞാനാണ്. അതിനവിടെ കുറെ നേരം കേന്തി പറച്ചിലായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും മൊത്തം അറിയിച്ച് നമ്മൾ ഒരുമിച്ചാണ്. ഹോസ്റ്റലിൽ വന്ന നൈറ്റ് അവിടെ കൊണ്ടുപോവാ ഇവിടെ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞാണ് എന്നെ വിളിച്ചു വരുത്തി. തിന്നും കുടിച്ചൊക്കെ വന്നപ്പോ നല്ല ലേറ്റ്. അങ്ങനെ നമ്മൾ നാളെ പോവാന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഒരു ദിവസം കൂടെ ഞാനിവിടെ നിൽക്കണം. ഓക്കെ, എന്തായാലും എനിക്ക് ഓക്കെ. രാവിലെ എണീറ്റ് റെഡിയായി എനിക്ക് ജോലിക്ക് പോകും. അതിന്റെ ഇടയിൽ കൂടെ എനിക്ക് ഇവിടെ നിൽക്കുന്ന കാര്യം വിളിച്ച് സെറ്റ് ചെയ്യണം. എല്ലാം ടാസ്ക് തന്നെ. എല്ലാ ടാസ്കും നമ്മൾ വിജയിച്ചു. മമ്മി പറഞ്ഞു എന്തോന്നാ കാണിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കാണിക്കും. അവക്ക് ലേറ്റ് ആയി പോയാൽ മതി ഗൈസ്. അതുകൊണ്ട് കുറെ നേരം ഉറങ്ങിയപ്പോ തന്നെ 3 മണിയായ. എന്തായാലും പോയല്ലേ പറ്റും. രണ്ടുപേരും പണിക്കൊക്കെ പോയിട്ട് വൈകിട്ട് വീണ്ടും കണ്ടുമുട്ടി. ഫുഡാണല്ലോ മെയിൻ. അങ്ങനെ നമ്മൾ തട്ടുകടയിൽ പോയി ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ പകല് പോയിട്ടുള്ള സ്ഥലത്തെല്ലാം രാത്രി കൊണ്ട്. പകല് പോലെ അല്ലടാ, രാത്രി നല്ല രസം ഉണ്ടായിരുന്നു. ബീച്ചൊക്കെ കണ്ടപ്പെടുത്ത് ചാടാൻ തോന്നി. ചാടിയ ആരും ഇല്ല കേട്ടാ പിടിക്കാൻ. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് അവസാനം വീണ്ടും ഫുഡ് കഴിച്ചിട്ട് തിരിച്ചുപോയി.